പറഞ്ഞു കേട്ട ഒരു കഥ പറയാം. ഒരിക്കലൊരു സന്യാസിയും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും ഒരു ദീർഘയാത്രയ്ക്കായി പുറപ്പെട്ടു. വഴിയിൽ അവർ ഒരു വലിയ വൃക്ഷത്തിൻ്റെ അടുത്തെത്തി. വൃക്ഷം അത്യന്തം വിചിത്രമായിരുന്നു. തടി വളഞ്ഞത്, ശാഖകൾ ക്രമമല്ലാത്തത്, ഇലകൾ അസമമായത്. അതിനോട് ചേർന്ന് ഒരു മരം വെട്ടുകാരൻ ഇരിക്കുന്നുണ്ടായിരുന്നു. ഈ വൃക്ഷം വെട്ടാൻ പോവുകയാണോ? സന്യാസി മരം വെട്ടുകാരനോട് ചോദിച്ചു. അല്ല, എനിക്ക് ഈ മരം വേണ്ട. ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടു. ഈ വൃക്ഷം ഇത്രയും വലുതും പഴക്കമുള്ളതുമായിട്ടും നിങ്ങൾ എന്തുകൊണ്ട് ഇത് മുറിക്കുന്നില്ല? അവർ ചോദിച്ചു. മരം വെട്ടുകാരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് ഉപയോഗശൂന്യമാണ്, തടി വളഞ്ഞതാണ്, കെട്ടിടത്തിനും ഫർണിച്ചറിനും പറ്റില്ല. ഈ മരത്തിൽ നിന്ന് ഒന്നും നല്ലതായി നിർമ്മിക്കാൻ കഴിയില്ല. അതിനാൽ ഇതിലാരും കൈവയ്ക്കില്ല. കുറച്ചു നേരം കൂടി അവിടെ ചിലവഴിച്ചിട്ട് അവർ മുന്നോട്ട് നീങ്ങി. പിന്നീട് അതേ രാത്രിയിൽ അവർ ഒരു ഗ്രാമത്തിൽ വിശ്രമിച്ചു. അവിടെ ചെറുതും വളരെയധികം സുന്ദരവുമായ ഒരു മരക്കൂട്ടം അവർ കണ്ടു. നേരായ തടി, സുന്ദരമായ ശാഖകൾ, കട്ടിയുള്ള വേരുകൾ. അവർ യാത്ര തുടർന്നു. എന്നാൽ യാത്ര പൂർത്തിയാക്കി അതേ വഴിയിൽ മടങ്ങിയ അവർ മുറിച്ചിട്ട മരക്കഷ്ണങ്ങളാണ് കണ്ടത്. അതിനകം ആ മരങ്ങളെല്ലാം മരം വെട്ടുകാർ മുറിച്ചു കഴിഞ്ഞിരുന്നു. ശിഷ്യന്മാർ വിഷമത്തോടെ ഗുരുവിനോട് പറഞ്ഞു, ആ മനോഹരമായ മരങ്ങൾ ഇനിയില്ല. പക്ഷേ ആ വിചിത്രവും വളഞ്ഞതുമായ വൃക്ഷം ഇന്നും നിലകൊള്ളുന്നു. അപ്പോൾ സന്യാസി ശാന്തനായി പറഞ്ഞു, ഉപയോഗമില്ലെന്ന് ലോകം പറഞ്ഞതുകൊണ്ടാണ് ആ വൃക്ഷം ഇന്നും ജീവനോടെ നിൽക്കുന്നത്. അദ്ദേഹം തുടർന്നു, ലോകം നിങ്ങളെ ഉപയോഗപ്രദം എന്ന് വിളിച്ചാൽ ആളുകൾ നിങ്ങളുടെ സമയം, ഊർജം, ആത്മാവ് എല്ലാം അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. എല്ലാവരുടെയും ഹിതത്തിന് ജീവിക്കണം എന്ന സമ്മർദ്ദം വിട്ടുകളയും. ഓർക്കുക, ലോകം നിങ്ങളെ വിലയിരുത്തുന്നത് നിങ്ങളെ കൊണ്ട് എത്ര ഉപയോഗം അവർക്കുണ്ട് എന്ന അളവിലാണ്. പക്ഷെ ആ ലിസ്റ്റിൽ പെടാത്തവരാണ് പലപ്പോഴും സ്വതന്ത്രരും ശാന്തരുമായ വ്യക്തികൾ. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് ഒത്തുപോകാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ നഷ്ടപ്പെടുത്തുന്നു. അവരുടെ മുന്നിൽ ഗുണമുള്ളവനായിരിക്കാനുള്ള ശ്രമത്തിൽ സ്വന്തം അവകാശങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലും ഒരു പുതിയ കഥയുമായി ഞാനുണ്ടാകും നിങ്ങളോടൊപ്പം.